എന്ത് ചെയ്യും? നമ്മള് വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് പോകും, ചെറുകുടൽ. ഓക്കെ, സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് പോകും അല്ലേ? സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്താ നടക്കുന്നേ? ആ, അവിടെ വെച്ചിട്ടാണ് നമ്മള് കഴിച്ച ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർവ് ചെയ്യുക, അവിടെ വെച്ചിട്ടാ. ഓക്കെ ആണോ? നമ്മളിപ്പോ കഴിച്ചത്, ഇപ്പോ നമ്മള് റൈസ് ആണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുട്ടാണെന്ന് പറഞ്ഞു അല്ലെ? പുട്ട് എന്ന് പറയുമ്പോ അതിൽ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഓക്കെ, ആ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യുക അവിടെ വെച്ചിട്ടാ, നമ്മളെ ചെറുകുടലിൽ വെച്ചിട്ടാ. ഓക്കെ ആണോ? ഓക്കെ. അതേപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണം അല്ലെ, നമ്മളെ എഗ് ഒക്കെ നമ്മള് കഴിച്ചു കഴിഞ്ഞാല് എഗ്ഗില് പ്രോട്ടീൻ ഒക്കെ ഉണ്ട് അല്ലെ? ആ പ്രോട്ടീൻ ഒക്കെ ഇവിടെ വെച്ചിട്ടാ അബ്സോർബ് ആവാ നമ്മളെ ശരീരത്തിലോട്ട് അബ്സോർബ് എവിടെ വെച്ചിട്ടാ? സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാ കേട്ടോ. ആ, അതെ, സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാ? റൈസ്, ബിരിയാണി, മന്തി, ഇതിലൊക്കെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അല്ലെ? കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഡൗട്ട് ഉണ്ടോ ആർക്കേലോ? ആ, പിന്നെ അതേപോലെ പ്രോട്ടീൻസ് നമുക്ക് അമിനോ ആസിഡ്സ് കിട്ടും, മറക്കരുത്. പിന്നെ അതേപോലെ ഫാറ്റ് നമുക്ക് ഫാറ്റി ആസിഡ്സ് കിട്ടും. ഓക്കെ, എന്താണ്? കാർബോഹൈഡ്രേറ്റ്, റൈസ്, അങ്ങനെ കുറെ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ട ഉണ്ട്, മിൽക്ക് ഉണ്ട്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? അമിനോ ആസിഡ്സ് കിട്ടും. അതേപോലെ ഫാറ്റ് നമുക്ക് എന്ത് കിട്ടും? ഫാറ്റി ആസിഡ്സ് കിട്ടും. അങ്ങനെ കുറെ ഉണ്ട്. ഇതൊക്കെ എന്താവും? പിന്നെ നമ്മുടെ ബ്ലഡിക്ക് പോവും. ബ്ലഡ് വഴി നമ്മുടെ എല്ലാ ബോഡിയിലും എത്തും. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ വെരി ഗുഡ്, വെരി. അടുത്തതാണ് നമ്മളെ എനർജി പ്രൊഡക്ഷൻ. ഇതുവരെ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മള് ന്യൂട്രിയൻസ് ഉണ്ടായി, ആ ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തി. ഇതുവരെ അത്രയാണ് ഉണ്ടായത്. ഇനി നമ്മളെ എനർജി എങ്ങനെ ഉണ്ടാവുന്നത് നോക്കാം. അപ്പൊ നമ്മൾക്ക് ഗ്ലൂക്കോസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഈ ഗ്ലൂക്കോസ് നമ്മളെ ബ്ലഡിൽ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ശ്വസിക്കുന്ന ബ്രീത്ത് ചെയ്തിട്ട് ഓക്സിജൻ ഉള്ളിലോട്ട് കയറ്റുന്നില്ലേ? അത് നേരെ എന്താണ്? ഈ ഗ്ലൂക്കോസ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്താണ്? ഗ്ലൂക്കോസും നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജന് O2 അല്ലെ, ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് കാർബൺ എനർജി കിട്ടും. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മള് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ലേ? ആ, നമ്മള് വെറുതെ ആലോചിച്ചിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. നമ്മള് കഴിക്കുന്ന ഭക്ഷണവും നമ്മള് ബ്രീത്തിങ്ങും എല്ലാം എന്തുണ്ട്? അതും എന്താണ്? ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ? നമ്മള് ഗ്ലൂക്കോസ് നമ്മളെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാല് അത് നമ്മളെ നമ്മള് ഉള്ളിലോട്ട് ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എനർജി നമ്മൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എനർജിയാണ് നമ്മൾ ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു എന്ത് വെച്ചിട്ടാണ്? ഈ ഒരു എനർജി വെച്ചിട്ടാണ്. ഓക്കെ ആണോ? അപ്പൊ നോക്ക്, നിങ്ങളിപ്പോ ഫുട്ബോളൊക്കെ കളിക്കുമ്പോ, അശ്വിന് ഫുട്ബോളൊക്കെ കളിക്കുമ്പോ ടയേർഡ് ആവണില്ലേ? അത് എന്തുകൊണ്ടാന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? വാട്ടർ ലെവൽ കുറവായോണ്ട്. വാട്ടർ ലെവൽ കുറവായതുകൊണ്ടോ? എനർജി കുറവായതുകൊണ്ടല്ലേ? ആ മാം, ഗ്ലൂക്കോസ് കുറവായുണ്ട്. വെരി ഗുഡ്. ഗ്ലൂക്കോസ് അല്ല, നമ്മളെ ബോഡിയിലുള്ള എനർജി. ഗ്ലൂക്കോസ് വഴി നമുക്ക് കുറച്ച് എനർജി കിട്ടുമല്ലോ, ആ എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ടയേർഡ് ആവുന്നത്. ആ എനർജി ഇങ്ങനെ കുറയാണല്ലോ നമ്മൾ കളിക്കുമ്പോ, അപ്പൊ നമുക്ക് ടയേർഡ് ആവും. എനർജി കുറയുമ്പോ ടയേർഡ് ആവും. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, നിങ്ങളെ നോക്ക്, നിങ്ങളെ രണ്ട് കൈ ഇങ്ങനെ ഒരു 10 സെക്കൻഡ്സ് ഒന്ന് റബ്ബ് ചെയ്ത് വെക്കൂ. രണ്ട് കൈ ഇങ്ങനെ റബ്ബ് ചെയ്യാ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചൂട് കിട്ടുന്നുണ്ടോ? ആ മാം, തോന്നുന്നുണ്ട്. ചൂട് വരുന്നുണ്ട് അല്ലെ? ആ ചൂട് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ടാണ് ചൂട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ.